മീര ജാസ്മിന്റെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പാലും പഴവും എന്നാണ് പേര്. ഒരു കൊച്ചു പടമാണ്. സോ ഇപ്പോഴത്തെ സിനിമകളുടെ പേരാണ് രസം. ഒന്നെങ്കിൽ ഒരു ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് ഒരു എക്സ്ട്രീം അകത്തൊക്കെ ലോജിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഔലോസ് ഉണ്ട് കടിക്കുന്ന പോലെ. മറ്റേതാണെന്ന് വെച്ചാൽ ഇഡ്ലിക്കട, ബോണ്ടക്കട, പഴവും പാലും, ചായക്കട എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പേര്. സോ ജോക്സ് അപ്പാർട്ട്, മീര ജാസ്മിന്റെ ക്യൂൻ എലിസബത്ത് പറഞ്ഞിട്ടൊരു പടം ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സിമിലർ ജോണറിൽ വരുന്ന പടം തന്നെയാണ്. പക്ഷെ അത് കുറച്ചും കൂടി ഇമോഷണൽ ആക്കും മനുഷ്യനെ. ഇവിടെ എന്ന് വെച്ചാൽ കോമഡി ട്രാക്കാണ് അവർ പിടിക്കാൻ നോക്കിയിരിക്കുന്നത്. വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കൊച്ചു പടം. ഏകദേശം 2.5 മണിക്കൂറോളം ഉണ്ട്. സോ നമ്മുടെ നായികയ്ക്കാന്ന് വെച്ചാൽ 33 വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ല. നായകൻ നമ്മുടെ അശ്വിൻ ഉണ്ട്, ക്യൂണിത്തെ 23 വയസ്സാകുമ്പോഴേക്കും ആൾക്ക് പെണ്ണ് കെട്ടണം. സോ ഇവര് ഫേസ്ബുക്കിൽ പരസ്പരം മെസ്സേജ് അയച്ച് പരിചയപ്പെടുന്നു. പിന്നീട് ഈ കല്യാണം, റിലേഷൻഷിപ്പ് അതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്താ വെച്ചാൽ മീര ജാസ്മിൻ എന്ത് ചെയ്തു, വയസ്സ് കമ്മിയാക്കിയും കാണിച്ചു. അതേപോലെ തന്നെ അശ്വിനാണ് വെച്ചാൽ വയസ്സ് കൂട്ടിയും കാണിച്ചു. പിന്നീട് ഉണ്ടാവണ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ സിനിമ കാണിക്കുന്നത്. അത്ര വലിയ ഗംഭീര പടം എന്നൊന്നും പറയാനുള്ളൊന്നുമില്ല. ചിരിക്കാൻ അത്യാവശ്യം എവിടേക്ക് എന്തൊക്കെയുണ്ട്. ഒരു ലോഫ്റ്റർ റൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം പെർഫോം ചെയ്ത് എല്ലാവരും കൊള്ളാം. സമയമൊക്കെ ഇഷ്ടം പോലെ കളയാനുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു പടം. സൈന പ്ലേയിലാണ് അവൈലബിൾ. എനിക്ക് കുഴപ്പമില്ലാത്തൊരു പടമായി തോന്നി. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. കനിക്കുസൃതിയുടെ ഒരു പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ എ റേറ്റഡ് പടം തന്നെയാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇഷീൻ ലവ് വിത്ത് എ റേറ്റഡ് മൂവീസ് ആണ്. സാധാരണക്കാരെ പോലെ സാധാരണ സിനിമയൊന്നും ചെയ്താൽ പറ്റില്ല അല്ലേ. സോ ഗേൾസ് വിൽ ബി ഗേൾസ് എന്നാണ് സിനിമയുടെ പേര്. നല്ലൊരു പടം കേട്ടോ. ഒരു കൊച്ചിന്റെ ഇമോഷൻസ്, ഫീലിങ്സ്, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന്റെ ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ പറയുന്ന നല്ലൊരു സിനിമയാണ്. മലയാളം കാണുന്നേക്കാളും നല്ല ഇംഗ്ലീഷ് കാണുന്നതാണ്. അത് കുറച്ച് വൃത്തിക്കുണ്ട്. സോ ഈ സിനിമയിൽ കുറച്ച് വിയേർഡ് ആയിട്ട് ഓക്വേർഡ് ആയിട്ട് തോന്നിയ സീൻസ് ഉണ്ട്. അതായത് കനിക്കുസൃതിയുടെ മകളാണ് ഈ കൊച്ചി. എന്താണ് ഹെഡ് പ്രീഫെക്ട് ഹെഡ്, അതായത് സ്കൂൾ ലീഡർ പോലെയൊക്കെയാണ്. ഭയങ്കര പഠിപ്പിച്ചായിട്ടുള്ള കുട്ടിയാണ്. ഈ കൊച്ചിനൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആ ചെക്കൻ വന്നിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് വീട്ടിൽ വരുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് ഇരുത്തി കഴിഞ്ഞാൽ വല്ലതും നടക്കുമെന്നാണ് അമ്മയ്ക്ക് പേടി. അപ്പൊ കനിക്കുസൃതി ഈ ചെക്കനെ കൊണ്ടുപോയിട്ട് അവര് കിടക്കുന്ന ബെഡിൽ പോയിട്ട് ഇരുത്തുന്നു. അവിടെ അവന്റെ ഒപ്പം കിടക്കുന്നു. ആ സമയത്ത് തന്നെ തൊട്ടടുത്ത ബാത്റൂമിൽ പോയി കുളിച്ചിട്ട്, മോനെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, എൻ്റെ ഇല്ല, നീ ഒന്ന് കണ്ണടക്കി, ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാണ്ട് പോണു. പിന്നെ രാത്രി ഇവര് രണ്ടുപേരും ഹാളിൽ ഇരുത്തി കഴിഞ്ഞ പ്രശ്നമാണ് പറഞ്ഞിട്ട് കനിക്കുസൃതിയുടെ ഒപ്പം കൊണ്ടേ കിടത്തുന്നു, ബോൾട്ടൊക്കെ ഇട്ടിട്ട്. അങ്ങനത്തെ സീൻസിന്റെ ഒക്കെ ആവശ്യകത എന്താ മനസ്സിലാവും. കമ്പൈൻ സ്റ്റഡിക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ട് ബെഡ്റൂമിൽ കിടത്തുക ചെയ്യുക. ഈ ചെക്കന് പകരം കനിക്കുസൃതിക്ക് ഒരു ചെക്കനാണുള്ളത്. ഒരു പെണ്ണ് വന്നു വെച്ചിട്ടുണ്ട്, അച്ഛനൊപ്പം കൊണ്ടേ കിടത്തു. അതിന്റെ റെലവൻസ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ കുറെ പേര് വന്ന് പറയും ഇത് ബോർവെല് പോലെ ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡയറക്ടർ ബ്രില്യൻസ് ആയി തോന്നും, അല്ലെങ്കിൽ ഇതിൽ PhD എടുത്തു കഴിഞ്ഞാൽ ആ അർത്ഥം മനസ്സിലാവും. എനിക്കത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഇങ്ങനത്തെ പടം കണ്ടിട്ട് മടുത്തടേ. എന്തത് വുമൺ എംപവർമെന്റ്, വുമൻസിന്റെ സെക്ഷുവൽ ഫീലിങ്സ്, ഈക്വാലിറ്റി, മാങ്ങ തേങ്ങ പറഞ്ഞിട്ട് എത്ര സിനിമയാണ്. ഹർ പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഒരു പടം കണ്ടു. ഇതിലെന്താണ് ഓരോ കഥയിൽ ലെസ്ബിയൻസ് ആയിട്ടുള്ള അവരുടെ ഫീലിങ്സ്, ഇവർക്ക് വേണ്ട നടക്കുന്ന ഇക്വാലിറ്റിയുടെ, എംപവർമെന്റിന്റെ മനസ്സിലാവാണ്ട് ചോദിക്കുന്നു. എനിക്ക് സാധാരണ സിനിമ പോലെ ഇപ്പൊ അങ്ങനത്തെ എംപവർമെന്റ് അല്ലെങ്കിൽ നല്ല വുമൺ സെന്റേഡ് ക്യാരക്ടേഴ്സ് എടുക്കണം വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ മറ്റേ റങ്കണ്ണി പറഞ്ഞിട്ടൊരു പടം ഇറക്ക്, നമ്മൾ പോയി കാണാം. അല്ലെങ്കിൽ മഹാരാജയ്ക്ക് വരാൻ മഹാരാജ്ഞി പറഞ്ഞിട്ടൊരു പടം ഇറക്ക്, നമ്മൾ പോയി കാണാം. അല്ലെങ്കിൽ മറ്റേ സമന്തി നായന്താരയൊക്കെ കാണിക്കുന്ന പോലെ സിറ്റാഡൽ അങ്ങനത്തെ ആക്ഷൻ സീരീസ് സിനിമ എടുക്കുക, നമ്മൾ പോയി കാണാം. ഇത് ഇങ്ങനത്തെ കുറെ എംപവർമെന്റ്, അവരുടെ സെക്ഷൽ ഫീലിങ്സ്, തേങ്ങാ മാങ്ങാൻ വേണ്ടി ഒരു 50,000 പടം ഇറക്കും മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി. സോ ഡെഫിനറ്റ്ലി ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ബേസിക്കലി ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. പക്ഷെ ഈ സിനിമ എനിക്ക് ബേസിക്കലി ഇഷ്ടമായി തന്നെ പറയാം. സോ ഇങ്ങനത്തെ സിനിമ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വല്ല ഈ കമ്പനീസ് ഒക്കെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന പോലെ വല്ല സെക്ഷൽ അവയർനെസ് ക്യാമ്പയിനോ അല്ലെങ്കിൽ മറ്റേ സെക്സ് എഡ്യൂക്കേഷനോ അങ്ങനെ എന്തെങ്കിലും നടത്തുന്നതായിരിക്കും നല്ലത്. മടുത്തടെ വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആമസോൺ പ്രൈമിലാണ് പടം വന്നിരിക്കുന്നത്. മദനോത്സവം, നമ്മുടെ സുരാജ് ഏട്ടന്റെ OTT റിലീസ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ സട്ടയർ ആണ് മദനോത്സവം. 2023 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ഈ പടത്തിന്. വേറെ കാരണമൊന്നുമല്ല, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സിനിമ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ സിനിമ താൻ കേസുകൂടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സിനിമ കുറച്ചും കൂടി ഹ്യൂമറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത സിനിമയാണ്. പക്ഷെ പറയേണ്ട പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. സുരാജ് ഏട്ടന്റെ ക്യാരക്ടർ വേണ്ടി സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടൊരു ക്യാരക്ടറാണ്. ഈ കളറുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഇങ്ങനെ പേര് മദനൻ മല്ലക്കര എന്നാണ്. നമ്മുടെ ബാബു ആന്റണിയുടെ പേര് വന്നിട്ട് മദനൻ മഞ്ഞക്കര. സോ ഈ പേരിലുള്ള സിമിലാരിറ്റി കാരണം ഇലക്ഷന് നിർത്തുകയാണ് ബാബു ആന്റണിക്കെതിരെ. അതിന്റെ ഇടയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകണു. ആ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പക്ഷെ പറയേണ്ട പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ ബാബു ആന്റണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാഫ്രനൈസ്ഡ് ബോബി ചെമ്മണ്ണൂർ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹ്യൂമർ സീൻസ് തന്നെയാണ്. അതിൽ സുരാജ് ഏട്ടന്റെ ചില മാനറിസംസ് ഒക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് ഓക്വേർഡ് പോസസും നിഷ്കളങ്കമായ നോട്ടങ്ങളും, അങ്ങനെ ഒരു ട്രാൻസിഷൻ ഉണ്ട് കോമഡി സീൻസിന് പെട്ടെന്ന് സീരിയസ് ക്യാരക്ടറോട്ട്. ആ അടിപൊളിയായിരുന്നു. നായികയായിട്ടുള്ള കെമിസ്ട്രി, അത്യാവശ്യം ഒരു പാട്ടിലൊക്കെ വരുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ സുരാജിന്റെ അമ്മായിയായിട്ട് അഭിനയിച്ച ഒരു ക്യാരക്ടർ ഉണ്ട്, അവർ അടിപൊളി തന്നെയായിരുന്നു.
സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഒരു കൊച്ചു പടമാണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട സിനിമ. ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ട പടമാണ്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇത് എന്നാത്താൻ കേസ് കൂടെ അങ്ങനത്തെ ഒരു പടമായിട്ട് കമ്പയർ ചെയ്ത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഇതിൽ നമ്മുടെ സുരാജ് ഏട്ടന്റെ ഒരു കൂട്ടുകാരുണ്ട്. ആൾ എന്ത് ചെയ്യും വെച്ചാൽ വാഴക്കൊല വെട്ടാൻ വേണ്ടിയിട്ട് വാഴയുടെ മുകളിൽ കയറുമ്പോൾ അവിടുന്ന് വീണ് മരിക്കും. പിന്നീട് പറയും എന്റെ ഭാര്യയും കുട്ടിയും നീ നോക്കണം പറയുമ്പോൾ സുരാജ് ഏട്ടൻ നായികയും കുട്ടിയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നീട് കല്യാണം കഴിക്കുകയാണ്. ആ സമയത്താണ് പൈസ കിട്ടും പറഞ്ഞിട്ട് ഇലക്ഷന് കൊണ്ടുപോയി നിർത്തുന്നത്. പിന്നീട് ആളെ തട്ടിക്കൊണ്ടുപോകും. പിന്നെ എന്താണ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ചില ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ട്രൈ ഇറ്റ് ഔട്ട്. മലയാളത്തിൽ ഒരു ഗാങ്സ്റ്റർ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്, മുറ. സുരാജ് ഏട്ടനാണ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു അടിപൊളി പടമാണ് കേട്ടോ. ഞാൻ ഇത്രയും നല്ല സിനിമയെന്ന് വിചാരിച്ചില്ല. സോ ഈ സിനിമയുടെ തുടക്കം ആ ഒരു സീന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ആപ്പ് ഓപ്പ പടമൊന്നല്ല, അടിപൊളി പടമായിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് പിന്നീട് സിനിമ ഒന്ന് ഡൗൺ ആയി തോന്നുന്നു. അതായത് ഈ കുറച്ച് 4-5 പിള്ളേർ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഈ പോലീസിനെ തല്ലിയിട്ടും അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി എന്തോ വലിയ ആണത്വമാണ് അങ്ങനെ കുറച്ച് കാണിക്കുന്ന സീൻസ് ഒന്നും എനിക്ക് ബേസിക്കലി ഇഷ്ടമായില്ല. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോൾ ഇവരൊരു കുറച്ച് പൈസ അടിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോകുന്നത്. അവിടെ ഞങ്ങളുടെ പടം വേറെ ലെവലിൽ സൂപ്പർ പടം കേട്ടോ. ഇതിൽ അഭിനയിച്ച എല്ലാവരും ഐ തിങ്ക് മാലാ പാർവതി തൊട്ടിട്ട് ആ പയ്യന്മാർ വരെ എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. സോ മാലാ പാർവതി സാധാരണ എല്ലാ സിനിമയിലും ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ ആയിരിക്കും. പക്ഷെ ഇതിലൊക്കെ കിട്ടിലനായിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. സുരാജ് ഏട്ടന്റെ ക്യാരക്ടർ ആള് ശരിക്കും ഒരു ഗാങ്സ്റ്റർ പോലെ സീരിയസ് ക്യാരക്ടർ പിടിച്ച് നല്ല വൃത്തിക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ 4 പയ്യന്മാർ അടിപൊളി പെർഫോമൻസ്. 4 അല്ല, ഇവിടെ എനിക്ക് തമിഴ്നാട്ടിലത്തെ 2 പയ്യന്മാരെയും കാണിക്കുന്നത് അവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സോ പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആക്ടേഴ്സും അതേപോലെ തന്നെ ആക്ട്രസസ്മാരും കുറെ കഷ്ടപ്പെടുന്നുണ്ട്. സെയിം ആയിട്ട് ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കുന്ന പലരും ഉണ്ട്. സോ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കൊച്ചു പിള്ളേരൊക്കെ എന്നാ കിടലായിട്ട് പെർഫോം ചെയ്യുന്നത് അറിയും. നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ് കണ്ടിരിക്കാൻ. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ട്രൈ ഇറ്റ് ഔട്ട്.